ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ലൈഫ് മൈ വേ ബൈ രാജി. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നാട്ടിൽ വന്നിട്ടുള്ള 14ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഈവനിങ് വീഡിയോ ആണ്, വേറെ ഒന്നുമല്ല. നമ്മൾ തിരിച്ചു പോവുകയാണ്, നാട്ടിൽ വന്നിട്ട് കേട്ടോ. ബാംഗ്ലൂർക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ദേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് തൊട്ട് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് തൊട്ട് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ മഴയത്താണ് നമ്മൾ വണ്ടിയെ കയറി കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം എൻ്റെ ബ്രദറും മമ്മിയോടാണ് കൊണ്ടുവിടാൻ വരുന്നത്. വണ്ടിയെ കയറിയപ്പോൾ തന്നെ നമ്മുടെ വലിയ ആൾ എന്നത്തെയും പോലെ ചാഞ്ഞിട്ടുണ്ട്. കൊച്ചാൾ എൻ്റെ മടിയിലും കയറി ഇരിപ്പുണ്ട് കേട്ടോ. ആൾക്ക് ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബൈക്കിലിരുന്ന ആൾ നേരെ ഫ്രണ്ടിൽ വന്ന് കയറി ഇരുന്നാണ് കേട്ടോ. ഫ്രണ്ടിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പാട്ടുമൊക്കെ കേട്ട്, വണ്ടിയിലെ പാട്ടുമൊക്കെ കേട്ട് ആളും അങ്ങ് ഉറങ്ങിയിട്ടുണ്ട്. വലിയ പാട്ടുകാരിയൊന്നുമല്ല കേട്ടോ, അറുബോറാണെന്ന് എനിക്കറിയാം. എന്നാലും നമ്മുടെ പാട്ടവിടെ കിടക്കട്ടെ അല്ലേ. അങ്ങനെ ദേ ഞങ്ങൾ പാട്ടുമൊക്കെ കേട്ട് നമ്മൾ പത്തനംതിട്ട എത്തിയിട്ടുണ്ട് കേട്ടോ. പത്തനംതിട്ട എത്തിയപ്പോഴേക്കും മഴയൊന്നും അവിടെങ്ങും പെയ്തിട്ടില്ലായിരുന്നു. നമ്മുടെ അവിടെയൊക്കെയാണ് നല്ല മഴ പെയ്തിരുന്നത്. പക്ഷെ നല്ല മഴക്കോളുണ്ട്. ഇനി പെയ്യുമോ ഇല്ലയോ എന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിനിൻ്റെ ടൈം പറഞ്ഞിരിക്കുന്നത് 6:58 ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് നോക്കിയായിരുന്നു, റണ്ണിങ് സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ലേറ്റാണ്, 30 മിനിറ്റ്സോളം നമുക്ക് ലേറ്റ് ആണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വന്ന് ചെങ്ങന്നൂർ വന്നപ്പോൾ ഉണ്ട് ദേ ഇവിടെ ഭയങ്കര ആഘോഷ പ്രകടനം. എന്താണെന്ന് ഒരു പിടിയും കിട്ടിയില്ല. എന്തായാലും SFIക്കാരാണ്. മൊത്തം റെഡിൽ കുളിച്ച് ഭയങ്കര കൊട്ടും മേളവും പാട്ടുമായിട്ട് അവരിങ്ങനെ നിൽക്കുന്ന കണ്ടു. അവിടുന്ന് നേരെ തിരിച്ച് വണ്ടി ഇങ്ങനെ വന്നപ്പോഴേക്കും ദേ ഇവിടെ നമ്മുടെ കോൺഗ്രസ്സുകാരുടെ എന്തോ പ്രതിഷേധ പ്രകടനം. പിന്നെ ദേ ഈ സ്പിന്നേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ ബ്രദർ പറഞ്ഞു എന്തെങ്കിലും വാങ്ങാൻ നമുക്കെന്ന് പറഞ്ഞിട്ട് അവൻ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തന്നു. അവിടുന്ന് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. റെയിൽവേ സ്റ്റേഷനിൽ വന്നു. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേച്ച് ദേ അമ്മമ്മയും കൊച്ചുമക്കളൂടെ പോയി. പുറകെ ഞാനും എൻ്റെ ലഗേജൊക്കെ എടുത്തിട്ട് ബ്രദറും പുറകെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 3 ആയിരുന്നു. അതൊക്കെ നോക്കി നമ്മുടെ ബോഗി നമ്പറൊക്കെ നോക്കി 3rd AC G12 ആയിരുന്നു നമ്മൾ കേട്ടോ. അവിടോട്ട് പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓർത്തു നമ്മുടെ കൂടെ തന്നെ വന്ന ഷോണിമേഷ് ഇതിലുമൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുമണീസിനെ കൊണ്ട് പോകുന്നത് എനിക്കൊരു പേടിയായിട്ട് അവരെ വിളിച്ച് ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ലേറ്റ് അല്ലേ, അവർ വണ്ടി കയറി കഴിഞ്ഞതിന് ശേഷം അവരുടെ ബോഗിയിൽ സീറ്റുണ്ടോ, അല്ല ആരെങ്കിലും മാറാൻ തയ്യാറാണെങ്കിൽ ചോദിച്ച് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ അവർ കയറുന്ന G7 തന്നെ പോയിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് അവൻ വാങ്ങി തന്ന ഷവർമയൊക്കെ കഴിച്ചിട്ടിരുന്നു. അപ്പോഴേക്കും അവർ വിളിച്ചു പറഞ്ഞു അവർ കയറി, പക്ഷേ സീറ്റ് ഒട്ടുമില്ല, ആരും മാറാൻ തയ്യാറല്ലാന്ന്. പിന്നെ നേരെ വീണ്ടും നമ്മൾ G12 തന്നെ വന്ന് നിന്നപ്പോഴാണ് എൻ്റെ പാക്ക് ബാഗ് ഞാൻ എടുത്തില്ല കാറിൽ നിന്ന്. പിന്നെ അവൻ ഓടിപ്പോയി, ട്രെയിൻ വരുമ്പോഴത്തേനും ഓടിപ്പോയി എടുത്തിട്ട് വന്ന് കൊണ്ട് തന്നതാണിത് കേട്ടോ. അങ്ങനെ ദേ അവർ നമ്മളെ ബായിയൊക്കെ പറഞ്ഞു പോയി. കൊച്ചാൾ കരച്ചിലായിരുന്നു, അത് കണ്ടില്ലോ, കരഞ്ഞുരുവിച്ചിരിക്കുന്ന അമ്മമ്മയും കരച്ചിലൊക്കെ ആയിരുന്നു. വലിയ ആൾ ഇത് കണ്ടിട്ട് ചിരിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നു. ഷിതിലുണ്ടായിരുന്നു. ഷിതിൽ നമ്മൾ കയറുന്ന സമയത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു. ലഗേജൊക്കെ എടുത്ത് നമുക്ക് സീറ്റിലൊക്കെ കൊണ്ടിരുത്തിയത് ഷിതിൽ തന്നെയായിരുന്നു. ഏറിയതിൻ്റെ ധൃതിക്ക് അവർ കൂടെ കൊണ്ടുവന്ന പലഹാരങ്ങളൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. നമ്മുടെ നെയ്യപ്പം, സുഖിയൻ, ബോണ്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടെ ഇരുന്നവർക്കൊക്കെ കൊടുത്തു, ഞങ്ങളും കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞുമണീസിന് ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കും കഴിക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. ഒരു 9:45 10 മണി ആയപ്പോഴേക്കും ഞങ്ങളെല്ലാം കിടന്നങ്ങ് ഉറങ്ങി. ദേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും എഴുന്നേറ്റിട്ടുണ്ട്. എല്ലാവരും ഹൊസൂറും പിന്നെ ബാനസവാടിയൊക്കെ ഇറങ്ങാനുള്ളവരായിരുന്നു. അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു. ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. തന്നോടുള്ളതുകൊണ്ട് ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 4 മണി ആയപ്പോഴത്തേനും എല്ലാം റെഡിയായി. കുഞ്ഞുമണീസിനെ 7 മണി ആയപ്പോഴേ റെഡിയാക്കി ഇരുത്തി. അങ്ങനെ ദേ ഞങ്ങൾ ബാനസവാടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരെ നോക്കി നിന്നു. അവരും വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ക്യാബ് ഒക്കെ വരുന്നിടത്തോട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയി നിന്നു കേട്ടോ. ക്യാബ് ബുക്ക് ചെയ്യുന്നിടത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 2 പോകാം, കാരണം 2 സ്ഥലത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 പോകാമെന്ന് വെച്ചു. അങ്ങനെ അതേ ഫ്രണ്ട്സായി കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള സന്തോഷം കണ്ടോ. അപ്പോൾ കൂടെ അങ്ങ് പോയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം അവരുടെ വണ്ടി വന്ന് അവർ പോയി, പുറകെ നമ്മളും പോയി. ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ അറിയാമല്ലോ. 10 ദിവസമൊക്കെ വീട് അടച്ചിട്ട് കഴിയുമ്പോൾ ഉള്ള വൃത്തിയാക്കലും കാര്യങ്ങളുമായിട്ടൊക്കെ പോകണം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ നമുക്ക് ഉടനെ കാണണം. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.